അഗ്നിബാധ നിയന്ത്രിക്കാൻ നൂതന സാങ്കേതിക സംവിധാനങ്ങളാണ് അഗ്നിരക്ഷാസേനയ്ക്ക് നൽകുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയം റോബോട്ടിക് ഫയർ ഫൈറ്റ് ആണ്. ഈ റോബോട്ടിക് ഫയർ ഫൈറ്റ് ആണ് എൻ്റെ എറണാകുളത്തെ കേരളമേളയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്റ്റാളിലെ ശ്രദ്ധാകേന്ദ്രം. എറണാകുളത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാളിലെ റോബോട്ടിക് ഫയർ ഫൈറ്റർ. തീ പിടിച്ച സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ നിന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന അഗ്നിരക്ഷാസേനയുടെ റോബോട്ടിക് ഫയർ ഫൈറ്റർ ഏറെ കൗതുകത്തോടെയാണ് മേളയ്ക്കെത്തുന്നവർ കാണുന്നത്. തീ നിയന്ത്രണ വിധേയമല്ലാത്ത ഇടങ്ങളിലേക്ക് ഈ റോബോട്ടിനെ കടത്തിവിടാം. വാതിലുകളും പടികളും അനായാസം കടന്ന് റോബോട്ട് രക്ഷയ്ക്കെത്തും. റോബോട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള തെർമൽ ഇമേജ് ക്യാമറ വഴി എവിടെയെല്ലാം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നറിഞ്ഞ് അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. തീ കത്തുമ്പോൾ റോബോട്ടിന് കേടുപാട് സംഭവിക്കില്ലേ? ന്യായമായ ചോദ്യം. അതിനുമുണ്ടൊരു ഉത്തരം. മാക്സിമം ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതിൽ തന്നെ ഇതിൻ്റെ ബോഡിയിലേക്ക് സ്പ്രേ ചെയ്യത്തക്ക രീതിയിൽ വാട്ടർ വീഴത്തക്ക രീതിയിലും കൂടെയാണ് എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് മിനിമൽ ഡാമേജ് വരത്തക്ക രീതിയിൽ ഡാമേജ് പോലും വരാതെ നമുക്ക് എന്താണ് ഫയർ ഫൈറ്റിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒത്തിരി നേരം നമുക്ക് ബിൽഡിങ്ങിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. ഈ എക്യുപ്മെൻറ്റ് എക്സ്പെൻസീവാണ്. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഷാർക്ക് ടെക്നോളജീസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത എക്യുപ്മെന്റ്സ് ആണ്. നിയന്ത്രണ വിധേയമല്ലാത്ത അഗ്നിബാധ പ്രദേശങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനൊപ്പം റോബോട്ടിക് ഫയർ ഫൈറ്ററും ഉണ്ടാകും. 1 കോടി മുതൽ 4 കോടി രൂപ വരെയാണ് റോബോട്ടിന്റെ ചെലവ്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നീ മേഖലകളിലാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ ഉപയോഗിക്കുക. ഉദ്യോഗസ്ഥർക്ക് റോബോട്ട് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനവും നൽകും. വലിയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്വന്തം ജീവൻ പോലും വകവെക്കാതെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ആ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത്. ആ തീച്ചൂളയിലേക്ക് ചാടുമ്പോഴൊക്കെയും അവിടെയുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു അപകടവും കൂടാതെ ആ ബിൽഡിങ്ങിൽ നിന്നും ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്നുള്ളത്. പലപ്പോഴും ഇവരുടെ ജീവൻ അവിടെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയും നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ റോബോട്ടിക് ഫയർ ഫൈറ്ററെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്യാധുനിക രീതിയിലുള്ള റോബോട്ടിക് ഫയർ ഫൈറ്ററാണ് കേരള ഫയർഫോഴ്സിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത്. കൊച്ചിയിൽ നിന്നും ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.